ഈ അധികാരം വളരെ ആവേശകരമായ ഒരു അപ്പക്കഷ്ണമാണ്. അത് ലഭിക്കുന്നവർക്ക് വലിയ ആനന്ദവും സന്തോഷവുമാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലഭിച്ചതിലുള്ള വഴിയും ബന്ധങ്ങളും സ്വന്തവും രക്തബന്ധവും എല്ലാം മറക്കും. പിന്നെ അതിനോടുള്ള ആർത്തി മൂത്ത് കഴിഞ്ഞാൽ ഈ മക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളുമൊക്കെ തമ്മിലടിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ കഥകൾ രാജ്യത്തും കണ്ടിട്ടുണ്ട്, കേരളത്തിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിന് സമാനമായ പോരാട്ടമാണ് ആന്ധ്രയിൽ നടക്കുന്നത്. സഹോദരനായ ജഗനും സഹോദരിയായ ശർമിളയും ഇപ്പോൾ രണ്ട് പാർട്ടികളിൽ നിന്ന് ഏറ്റുമുട്ടലിലാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ പല സന്ദർഭങ്ങളിലും ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സഹോദര ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. പലരും അതിനെക്കുറിച്ച് എഴുതാറുമുണ്ട്. അവർക്കിടയിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം പലരും വാർത്തയാക്കിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും രാഹുൽ പോരാ, പ്രിയങ്കയാണെങ്കിൽ കത്തിയേനെ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. പക്ഷേ അത്തരം വാക്കുകളുടെ കെണിയിലോ അധികാരത്തിൻ്റെ ഭ്രമത്തിലോ അവരിരുവരും വീണില്ല. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചപ്പോൾ അന്നത്തെ മീറ്റിങ്ങിൽ എല്ലാവരും ആവശ്യപ്പെട്ടത് പ്രിയങ്ക ആ ചുമതല ഏറ്റെടുക്കണമെന്നാണ്. പക്ഷേ രാഹുൽ രാജിവെച്ചത് പിന്നെ തനിക്കെന്തിനാണെന്നുള്ള ഉറച്ച നിലപാടാണ് പ്രിയങ്ക സ്വീകരിച്ചത്. സാധാരണ ഒരു പാർട്ടിയാകുമ്പോൾ അധികാരത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതാണ് കിട്ടിയ അവസരമെന്നുള്ള രീതിയിൽ പിടിച്ചെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന കാഴ്ച നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ പോലും അച്ഛനും മക്കളും തമ്മിൽ വിവിധ പാർട്ടികളിൽ കൊരുത്തടിക്കുന്നത് കണ്ടവരാണ് നമ്മൾ. ഇപ്പോൾ സമാനമായുള്ള ഒരു കൊരുത്തടി നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ രാജശേഖര റെഡ്ഡിയുടെ മക്കളായ ജഗനും ശർമിളയും. റെഡ്ഡി മരിച്ചതിന് ശേഷം ജഗനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ കോൺഗ്രസ് അതിന് വഴങ്ങാതെ റോസയ്യ എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവിനെ ആക്കുകയും ജഗൻ വേറൊരു പാർട്ടി ഉണ്ടാക്കി പോവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ജഗൻ പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന ആളാണ് ശർമിള. അദ്ദേഹത്തെ ചന്ദ്രബാബു നായിഡു ജയിലിലൊക്കെ ഇട്ടപ്പോൾ ഈ YSR കോൺഗ്രസ്സിന് വേണ്ടി പദയാത്ര നടത്തിയതും വലിയ സംഘാടനം നടത്തിയതുമൊക്കെ ശർമിളയാണ്. എന്നാൽ ജഗൻ മുഖ്യമന്ത്രി ആയതോടുകൂടി അവരിരുവരും തമ്മിൽ അകലാൻ തുടങ്ങി. ജഗൻ മറ്റൊരാളായെന്ന് ശർമിളയും ശർമിള തന്നെ പാരവെക്കുന്നു എന്ന് ജഗനും സ്വാഭാവിക പല്ലവിയിൽ ആവർത്തിച്ചു. അത് മുന്നോട്ട് നീങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശർമിള അവിടുത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാണ്. ആങ്ങളെയും പെങ്ങളും തമ്മിലാണ് പോരാട്ടം. ആ പോരാട്ടത്തിൽ പെങ്ങളെ കരുതൽ തടങ്കലിലാക്കുമെന്നറിഞ്ഞ് കഴിഞ്ഞ ദിവസം പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങിയ ചിത്രമൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നെ അറസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളും. ഈ സാഹോദര്യ ബന്ധത്തിനും സ്നേഹബന്ധത്തിനും രക്തബന്ധത്തിനുമൊന്നും അധികാരം കാണുമ്പോൾ പിന്നെ വലിയ ആയുസ്സുണ്ടാവില്ല. പിന്നെ കീഴ്പ്പെടുത്തലും പിടിച്ചെടുക്കലും ഒക്കെ ആയിരിക്കും. കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ അത്തരം രക്തബന്ധങ്ങൾക്കിടയിലോ അങ്ങനെയൊക്കെ ഉള്ളവർ തമ്മിൽ പിണങ്ങിയാൽ സാധാരണ അന്യരായ മനുഷ്യർ പിണങ്ങുന്നതിനേക്കാൾ കട്ട കലിപ്പിലുമായിരിക്കും. സംശയമില്ല.